ഉപ്പുതറ പഞ്ചായത്തിലെ റോഡുകൾ ഒന്നും തന്നെ ഗതാഗതയോഗ്യമല്ലെന്ന് ആരോപണം. റോഡിന് ഫണ്ട് അനുവദിച്ചുവെന്ന് വാഗ്ദാനം മാത്രമാണ് ഉണ്ടാവുന്നത്. ഉപ്പുതറയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജപ്പൻ നിവേദനം നൽകി. ഉപ്പുതറ പഞ്ചായത്തിൽ യാത്രായോഗ്യമായത് ഒരു റോഡ് മാത്രമാണ്. തേക്കടി കൊച്ചി സംസ്ഥാന പാത മാത്രമാണ് ഗതാഗത യോഗ്യമായിട്ടുള്ളത്. 4 മൈൽ കൊച്ചുകരിന്തിരിവ് റോഡ്, പശുപ്പാറ റോഡ് ഉൾപ്പെടെ പഞ്ചായത്തിലെ മുഴുവൻ റോഡും തകർന്ന് കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. പഞ്ചായത്തിൽ പരാതിപ്പെട്ടാൽ ഫണ്ടില്ലെന്നാണ് പറയുന്നത്. സർക്കാരും MLA യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. MLA ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് ചില റോഡുകളിൽ ഉദ്ഘാടനം നടത്തിയതല്ലാതെ തുടർ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് BJP പഞ്ചായത്ത് പ്രസിഡന്റ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ നേരിൽ കണ്ട് നിവേദനം നൽകിയത്. ഉപ്പുതറ പഞ്ചായത്തിൽ നല്ല റോഡ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് മേടിച്ച ഒറ്റ റോഡുകളും പോലും നല്ല റോഡുകളില്ല. ഗ്രാമപഞ്ചായത്തിൽ ഫണ്ടുകളില്ല. MLA ഓടി നടന്ന് അവിടെയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നല്ലാതെ പണികൾ നടക്കുന്നത്. ഈയിടെ പശുപ്പാറപ്പതുവിൽ അവിടെ ഒരു റോഡിൻ്റെ വട്ടപ്പതാൽ ഉദ്ഘാടനം ചെയ്തു. ഞാനും ആ യോഗത്തിൽ പങ്കെടുത്ത. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആ റോഡിൻ്റെ അത് കോൺട്രാക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ അന്ന് നിന്നതെന്ന് പറഞ്ഞു. പിന്നെ പണി തുടങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വം. ഏറ്റവും വളരെ മോശം നമുക്കറിയാം, കാറ്റാടിക്കാനും പശുപ്പാറയിലേക്ക് പോകുന്ന റോഡ് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതുപോലുള്ള റോഡുകൾ വളരെ അടിയന്തരമായി നന്നാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കാറ്റാടിക്കോല പശുപ്പാറ റോഡ്, കാപ്പിപ്പതാൽ മലയപ്പതൽ വട്ടപ്പതാൽ റോഡ്, ഉപ്പുതറ 9 ഏക്കർ റോഡ് തുടങ്ങിയ റോഡുകളുടെ അടിയന്തരമായി പണി പൂർത്തീകരിക്കണം. നല്ല നിലയിലുള്ള പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനപ്പെടുത്തി റോഡ് പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറിന് കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ ഇടുക്കി ജില്ലാ ഓഫീസ് ഉദ്ഘാടന വേളയിൽ വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി നിവേദനം നൽകിയിട്ടുണ്ട്. നിവേദനം സ്വീകരിച്ച മന്ത്രി അടിയന്തര പ്രാധാന്യത്തോടെ ഫണ്ട് അനുവദിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാലതാമസം നേരിടാതെ ഫണ്ട് ലഭിക്കുമെന്നാണ് വിശ്വാസം. മുഴുവൻ റോഡുകൾക്കും ഫണ്ട് ലഭിച്ചില്ലെങ്കിലും കുറച്ച് റോഡുകൾക്കെങ്കിലും ഫണ്ട് ലഭിക്കുമെന്നാണ് വിശ്വാസമെന്ന് കെ രാജപ്പൻ ഇടുക്കി വിഷനോട് പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.